ഞങ്ങളുടെ കാറിലാണെങ്കിൽ ഇപ്പൊ ഒരു ജില്ല തുടങ്ങാനുള്ള ആൾക്കാരുണ്ട്. ഒന്ന് കല്യാണം വിളിക്കാൻ പോണ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓടിച്ചാടി കയറി പോണ്ടി. ഇത് കാർഡ് വീടാണെന്ന് പടച്ചോനിക്കറിയാം. ലാസ്റ്റ് കല്യാണം വിളിച്ച് കാടിലും പടലയിലും വരെ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ എന്റർടൈൻമെന്റ് ഈ കല്യാണം വിളിക്കാൻ പോകലാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എറണാകുളം ബ്രോഡ്വേയിലേക്കാണ്. പക്ഷെ ആളുകളൊക്കെ ഇരിക്കണ ഇരിപ്പ് കണ്ട ഇത് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. അതിന്റെ ഇടക്കാണെങ്കിൽ ഏറ്റവും മോൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെക്കും. അവിടെ നിന്ന് വേണ്ട എല്ലാം പെറുക്കിയെടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഉമ്മച്ചിക്ക് പർദ്ദ എടുക്കാൻ വേണ്ടിയാണ്. പർദ്ദ നോക്കാൻ വേണ്ടിയെന്ന് പറയാം. അവിടെ കിട്ടിയില്ല. ഇതൊരു നടക്ക് തീരൂലെന്നായിരുന്നു വാപ്പിയുടെ മുഖഭാവം മൊത്തം. നോക്കേണ്ട സുന്ദരി തന്നെ. ഉപരാഷ്ട്രപതിനെ ഒരു ഒറ്റ നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്. പക്ഷെ കാണാൻ പറ്റിയില്ല, സെക്യൂരിറ്റി പ്രോബ്ലംസ്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോമ്പ് തുറക്കാൻ സമയമായി. പിന്നെ ഞങ്ങൾ കയ്യിൽ കടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നോമ്പ് തുറന്നു. ഞാൻ ഈ സമാധാനത്തോടു കൂടി നോമ്പ് തുറക്കുമ്പോൾ അവിടെ എന്റെ മോൾ അവർ രണ്ടുപേരും കൂടെ വട്ടം കിടക്കും. നോമ്പ് തുറന്ന് കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്തതിനു ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ അലഞ്ഞ് തിന്ന് നടന്ന് വന്നതുകൊണ്ട് ഏകദേശം എല്ലാത്തിനും നല്ല വിശപ്പുണ്ടായി. ഞാനാണെങ്കിൽ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് കാതോർത്തിരിക്കണം. വയറിനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കുടിച്ച് പുറകെ ആയിട്ട് ഫുഡും വന്ന് അതും കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ കാവ്യ ഇരിക്കാൻ. കാവ്യം കുടിച്ച് ഇന്നത്തെ നോമ്പ് അങ്ങനെ റാഹത്തായി.